കൊച്ചിയുടെ ഹൃദയഭാഗമായ തോപ്പുംപടിയിൽ കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സ്ഥാനാർത്ഥി തന്നെയാണ് ഇത്തവണയും മത്സരരംഗത്തുള്ളത്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായിരുന്നു, ഇത്തവണ LDF സ്ഥാനാർത്ഥിയാണ്. നമുക്കൊപ്പം ഷീബ ഡുറോമാണ് ചേരുന്നത്. കഴിഞ്ഞ തവണ UDFിൽ നിന്ന്, ഇത്തവണ LDFിൽ നിന്ന്. ഞാൻ ഒരു മുന്നണിയുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കൗൺസിലിൽ തിരഞ്ഞെടുത്തത്. ആ മുന്നണിയുടെ ഭാഗമായി തന്നെ ഡിവിഷൻ്റെ പ്രവർത്തനങ്ങളുമായി പോകുമ്പോൾ നമുക്കറിയാം, ആ സമയം കോവിഡിൻ്റെ അതിപ്രസരണം ഒരു പ്രത്യേക ബുദ്ധിമുട്ടുള്ള സമയത്താണ് കൗൺസിലർ ആവുന്നത്. ലോകത്തിൽ തന്നെ ആദ്യമായി കേൾക്കുന്ന കോവിഡ് എന്ന മഹാമാരിയുടെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ജനങ്ങളും, അതേപോലെ തന്നെ പുതിയതായി കൗൺസിലറായ ഞാനുൾപ്പെടെ, ഇപ്പം എന്നെപ്പോലെ മറ്റുള്ള കൗൺസിലർമാരും അതുപോലെ തന്നെയാണ്. പക്ഷെ അതിനെ നമുക്ക് അതിജീവിക്കാൻ സാധിച്ചു. നികുതിദായനായ ഓരോ വ്യക്തിക്കും അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ട ഒരു ജനപ്രതിനിധിയുടെ കടമയാണ്. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു കടമയും ആ ജനപ്രതിനിധിക്കുണ്ട്. അത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കിപ്പോൾ നിലവിലുള്ള കൊച്ചിൻ കോർപ്പറേഷൻ ഭരണസമിതി, LDFിൻ്റെ ഭരണസമിതിയിൽ ഒത്തിരിയേറെ വികസന പ്രവർത്തനങ്ങൾ, പക്ഷേ ഞങ്ങൾ തുടക്കം വരുമ്പോൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടി ഒരു ഡിവിഷൻ വർക്ക് പോലും എടുക്കാൻ കഴിയാതെ കോൺട്രാക്ടർമാർ സമരത്തിലായിരുന്നു. അപ്പോൾ പുതിയ കൗൺസിലർ നിലയിൽ ഒത്തിരിയേറെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഡിവിഷനിലേക്ക് വന്നത്. അത് നിറവേറ്റേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഞങ്ങളെയും ബാധിച്ചു. ആ സമയത്ത് അവിടെ MLA ആയിരുന്ന KJ മാക്സി അവർ ഒത്തിരിയേറെ ഫണ്ട്, കാരണം അവിടെ പുള്ളി 2 ടേം കൗൺസിലറായിരുന്ന വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ആ ഡിവിഷനെ കുറിച്ച് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അപ്പോൾ അദ്ദേഹത്തെയും സ്വന്തം പേരെടുത്ത് വിളിക്കാൻ പറ്റിയ സ്വാതന്ത്ര്യമുള്ള ആളുകളാണ് അവിടെയുള്ളത്. അപ്പോൾ അത്തരത്തിൽ അവിടെയും പോയി ആളുകളും പരാതി പറയും. നമ്മളുടെയും കൂടി, എന്നാൽ ഞാൻ വേറൊരു മുന്നണിയിൽ നിന്ന് വന്ന വ്യക്തിയാണെന്നുള്ള പരിഗണന അല്ല, ആ ഡിവിഷൻ്റെ വികസനത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹം ഒത്തിരി ഫണ്ടുകൾ തരികയും അവിടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചു. ഈ 5 വർഷം ഇവിടെ നിൽക്കുമ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആ ഒരു കോർപ്പറേഷനും സാമ്പത്തിക അച്ചടക്കത്തിലൂടെ അഡ്വക്കേറ്റ് M അനിൽകുമാർ അവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അതിന് കവർ ചെയ്ത് ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ കരാറുകാരെ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആയിരുന്നല്ലോ, കോൺഗ്രസിലല്ലായിരുന്നോ? ഓക്കെ. എന്തെങ്കിലും ഈ ഫണ്ട് വിഷയമല്ലാതെ പാർട്ടിക്കകത്ത് എന്തെങ്കിലും മറ്റു പടലപ്പിണക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഡിവിഷനിൽ ഫണ്ട് തരുന്ന MLA ആയതുകൊണ്ട് ഞാൻ ഡിവിഷൻ്റെ ഉദ്ഘാടനം പല കാര്യങ്ങൾക്കും ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കും. അത് രാഷ്ട്രീയപരമായി എന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ വേറൊരു ചെറിയൊരു വിഷയം ഉണ്ടായി, 6 മാസം എനിക്കൊരു സസ്പെൻഷൻ. ഞാൻ തിരിച്ച് പാർട്ടി പോകാൻ വേണ്ടി ഞാൻ സന്നദ്ധമായിരുന്നു. പക്ഷേ അവിടുത്തെ പ്രാദേശികമായ ആളുകളുടെ ഇടപെടലുകൾ എന്നെ ഏത് വിധേനയും ഇപ്പോൾ വികസന മുരടിപ്പ്, ഞാനൊരു വികസനം അവിടെ കൊണ്ടുവരുമ്പോൾ അതിനെതിരായി ബോർഡ് വെക്കുകയും അത്തരത്തിൽ നമ്മൾ ഉപദ്രവിച്ചുകൊണ്ട് വികസനം ഒരു തരത്തിൽ ആ ഡിവിഷനിൽ നടക്കരുത് എന്നുള്ള ഒരു മുൻകൂട്ടി അവർ നിശ്ചയിച്ച ഒരു ഗൂഢമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ മെട്രോപൊളിറ്റൻ ആസൂത്രണ സമിതിയിലേക്ക് ഞാൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നോട്ട് ചെയ്തതാണ്. ഞാൻ ദീപ്തി മേരിക്കും അരിസ്റ്റോട്ടിനും വോട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ പുറത്താക്കിയെന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചേർത്ത് എല്ലാവരെയും നിർത്തുന്നതിന് പകരം തള്ളിക്കളയുക എന്നൊരു മനോഭാവം ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല UDF കൗൺസിലർമാരായിരുന്ന ആളുകളും ഇവിടെയുണ്ട്. പ്രധാനപ്പെട്ട ഞാൻ തന്നെ ഞെട്ടിപ്പ് കാണുമ്പോൾ സാബു ചേട്ടനും ഗ്രേസി ബാബു, മുരളീധരൻ, കലിസ്റ്റ പ്രകാശൻ ഇങ്ങനെ വിവിധങ്ങളായ മുൻ കൗൺസിലറായിരുന്ന ആളുകളെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ അനുഭവങ്ങൾ പലർക്കുമുണ്ട്, അത് അവരവർ പറയട്ടെ. പക്ഷേ എന്നിരുന്നാലും ഇത് കോൺഗ്രസ് ഇത് ചെയ്യുന്നത് ശരിയല്ല. എല്ലാവരെയും ചേർത്ത് പോയില്ലെങ്കിൽ ഇനിയും വലിയൊരു ദുരന്തം നേരിടേണ്ടി വരും. പ്രവർത്തനം നമ്മുടെ ഡിവിഷനിൽ കക്ഷി രാഷ്ട്രീയം നോക്കാണ്ട് ആ കിട്ടുന്ന ഫണ്ടുകൾ കൊണ്ടുവന്നുകൊണ്ട് ആ വാർഡ് വികസിപ്പിക്കുക എന്നാണ് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കേണ്ട ഒരു ചെറിയൊരു ബോധം നേതാക്കൾക്കും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ